ഹലോ ഹായ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ ലീഫ് കൊണ്ടുള്ള ഒരുപാട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ എങ്ങനെ ഉണ്ടാക്കുക, കൊച്ചു കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ ആവശ്യങ്ങളായിട്ട് വരും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലതരം സംഭവങ്ങൾ ഞാനിതിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കരടിയുണ്ട്, ഉറുമ്പുണ്ട്, അതുപോലെ നല്ല ഭംഗിയുള്ള പൂമ്പാറ്റുണ്ട്, ഫിഷ് മീനുണ്ട്, എലിയുണ്ട്, അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള തത്തുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മീൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് ഞാൻ പ്ലാവിൻ്റെ ഇലയാണ് ഇത് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്കിൽ പശ തേച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് വായ പോലെ നമ്മൾ കത്രികയേറ്റ് വെട്ടി ഉണ്ടാക്കണം. എന്നിട്ട് അത് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. പ്ലാവിലാണ് കേട്ടോ. പിന്നെ എന്തെല്ലായാലും വേണ്ടിയില്ല, ഈ ഒരു ഷേപ്പിലുള്ള ഇല എടുക്കുക. എന്നിട്ട് അതൊന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാകത്തിനനുസരിച്ച് കട്ട് ചെയ്താൽ മതി. രണ്ട് ചിറകിൻ്റെ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഉള്ളത് വാല് ഭാഗത്തേക്കുള്ളതാണ്. അതും ഈ ശീമക്കൊന്നൻ്റെ ഇലയാണ് കേട്ടോ. അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അതിന് മീനിന് കണ്ണ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് അവിടെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വാലിൻ്റെ അവിടെ ആ ഇല ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫിഷ് റെഡിയായി. കണ്ടാ, നല്ല ഭംഗിയുള്ള ഫിഷ് അല്ലേ. പിന്നെ ഉള്ളത് ഉറുമ്പാണ് കേട്ടോ. നല്ല ഭംഗിയില്ലേ ഉറുമ്പിനെ കാണാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഒരു ഇലയാണ് കേട്ടോ. അത് എന്തില ആയാലും കുഴപ്പമില്ല, നമ്മൾ ആ ഷേപ്പിലൊന്ന് വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഭാഗങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങൾ നമ്മൾ ഷേപ്പിനനുസരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാ ഈ രണ്ട് ലീഫും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ലീഫിൻ്റെ അവിടെ ഉറുമ്പിൻ്റെ വായൻ്റെ കണക്കിന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കാണില്ല ഫസ്റ്റത്തത്. പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് ഉറുമ്പിൻ്റെ കാല്, അതേപോലെ രണ്ട് കൊമ്പ് ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് പശ ഉപയോഗിച്ചിട്ട് അത് വെട്ടിച്ച് കൊടുക്കണേ. ഇത് നമ്മൾ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്ത ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പം അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഇതിങ്ങനെ രണ്ടും ഒട്ടിച്ചിട്ടാ പശ തേച്ചിട്ട് നല്ല സൂക്ഷിച്ച് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ നമുക്ക് കാലൊക്കെ ഞാൻ കാല് വരച്ചിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ലീഫായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല വരക്കുകയാണെന്നുണ്ടെങ്കിൽ വരച്ചിട്ടും കൊടുക്കട്ടോ. ഈ ഫ്രണ്ടിലുള്ള കാല് കുറച്ച് വലിയതാക്കി വരക്കണം, മറ്റേത് ചെറുതാക്കി വരക്കട്ടോ. അങ്ങനെ വരച്ച് കൊടുക്കുക. അതാ നമ്മളെ ഉറുമ്പ് റെഡിയായി. വേണ്ടിയില്ല വല്ല മാലൻ്റെ മുത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ഈ ഒരു ബൊമ്മക്കുട്ടിയാണ് കേട്ടോ. ഇതിന് ഞാൻ കുരുമുളകിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് വെട്ടി കൊടുക്കണം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെട്ടി കൊടുക്കാം കേട്ടോ. വെട്ടിയിട്ട് ഇതാ ഇത്രയും കഷ്ണങ്ങളാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. ഇതേപോലെ ഈ അളവ് ഇങ്ങനെ ഏകദേശ രൂപത്തിൽ, കറക്റ്റ് അളവ് പാകമാവണമെന്നൊന്നുമില്ല, എങ്കിലും ഇതിൽ കാണുന്ന പോലെ ഏകദേശം ഈ രൂപത്തിൽ വെട്ടുക. ബാക്കിൽ പശ തേച്ചതാണ്. തലഭാഗത്തിനേക്കാളും കുറച്ചും കൂടെ വലിയതാവണം കേട്ടോ താഴെയുള്ള ഭാഗം. പിന്നെ ഇതിന് വേണ്ട രണ്ട് ചെവി ഒക്കെ നമ്മൾ അതിനേക്കാളും ചെറുതാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളെ മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തെടുക്കണേ. ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഒന്നോ രണ്ടോ ദിവസങ്ങളെ ഇപ്പോൾ ഇത് നിൽക്കുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇല ചുരുണ്ട് കേട് വന്ന് പോവുകയും ഈ ഫ്രഷ് ഉണ്ടാവില്ല.
അപ്പം നമ്മളെ കരടിക്കുട്ട റെഡിയായി. ഇതിൻ്റെ കണ്ണ് വായ ഞാൻ പേപ്പർ ആയിട്ടാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ഈ ആകൃതിയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കണേ. നമ്മളെ കരടിക്കുട്ടൻ ബൊമ്മക്കുട്ടി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യുക, അധിക പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് നമ്മളെ സൂപ്പർ എന്താ പറയുക പൂമ്പാറ്റയാണ് കേട്ടോ. ഇത് ഞാൻ ഇതിൻ്റെ ലീഫ് എന്ന് പറഞ്ഞാൽ നമ്മളെ മണി പ്ലാന്റ് ഇല്ലേ, വാട്ടർ പ്ലാന്റ് എന്നൊക്കെ പറയണ ആ ഒരു ചെടീൻ്റെ ലീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാവുമ്പം അതിമേ എന്താ പറയുക കളറിങ് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ ഒരുപാട് കളറൊക്കെ ഉണ്ടാവണതല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലീഫ് എടുത്തിട്ടുള്ളത്. ഏത് ലീഫായിട്ടും ചെയ്യട്ടെ നമുക്ക്. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടെ ബെറ്റർ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ലീഫ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ആകൃതി നോക്കിയിട്ട് വെച്ച് കൊടുക്കുക. ബാക്കിൽ പശ തേക്കുക, എന്നിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ ഒട്ടിച്ചതാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള അതിൻ്റെ പൂമ്പാറ്റൻ്റെ ബാക്കി ഭാഗങ്ങൾ വേണം. അതിന് ഞാനൊരു ചെമ്പരത്തിൻ്റെ ഇലയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ആകൃതിയിൽ നമുക്കത് വെട്ടിയെടുക്കണം. വെട്ടിയെടുത്ത ഇലഭാഗമാണ് ഇട്ടത്. അതതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിന് 2 കൊമ്പൊക്കെ വരച്ച് കൊടുക്കുക. പിന്നെ ഭംഗി കൂട്ടണമെങ്കിൽ കളറായിട്ട് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ 2 എണ്ണം വരച്ച് കൊടുക്കുക. കണ്ടില്ലേ, നല്ല സൂപ്പർ പൂമ്പാറ്റായില്ലേ. പിന്നെ അടുത്തതായി എലിയാണ് കേട്ടോ. ചെറിയ ചുണ്ടലി ഉണ്ടാവുമല്ലോ, അതിന് വേണ്ടത് ഈ ഒരു 4 ഇല ഞാൻ എടുത്തിട്ടുണ്ട്. അതും ഏത് ഇലയും നമുക്ക് എടുക്കാം. നമ്മൾ എന്താണോ ചെയ്യണത് അതിനനുസരിച്ച് നമ്മൾ വെട്ടി കൊടുത്താൽ മതി കേട്ടോ. ഈ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ തലഭാഗമായി, ഉടൽ ഭാഗമായി, പിന്നെ ചെവി, പിന്നെ വാലിങ്ങനെ വെട്ടിയിട്ട് ഇലമ്മ തന്നെ ഇങ്ങനെ വാല് വെട്ടിയിട്ട് അത് കട്ട് ചെയ്തിട്ട് പശ തേച്ചിട്ട് അതേപോലെ ഒട്ടിക്കുക. പിന്നെ ചെവി ഇതേപോലെ കട്ട് ചെയ്തിട്ട് പശ തേച്ച് ഒട്ടിക്കുക കേട്ടോ. എന്താ പറയുക മീശ പോലത്തെ ഇതുണ്ടാവുമല്ലോ, അത് വരച്ച് കൊടുക്കുക. പിന്നെ കണ്ണ് വെച്ച് കൊടുക്കുക. പിന്നെ ഇതാണ് നമ്മുടെ സൂപ്പർ തത്ത. നല്ല ഭംഗിയുണ്ട് അല്ലേ തത്തനെ കാണാൻ. ഒരു കൊമ്പുമ്മ ഒരു ചില്ലമ്മൽ തത്ത ഇരിക്കണം അല്ലേ. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കാന്ന്, ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം വരക്കാനൊക്കെ അറിയണവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ നല്ല ഭംഗിയിൽ വരച്ചുണ്ടാക്കട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു ചെടീൻ്റെ ഇലയാണ് കേട്ടോ. അങ്ങനെ നീളത്തിലുള്ള ഒരു ചെടി ഉണ്ടല്ലോ ഇലയുള്ള അത്. പിന്നെ ഞാൻ ചെമ്പരത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേറൊരു ചുവന്ന കളറുള്ള ഒരു ചെടീൻ്റെ ഇലയാണ് കേട്ടോ. എന്നിട്ട് ഈ നീളത്തിലുള്ള ഇല ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക വാലിൻ്റെ രൂപത്തിൽ. പിന്നെ ഇത് ചുണ്ടിനുള്ളത്, പിന്നെ 2 ചെമ്പരത്തിൻ്റെ ഇല അതിൻ്റെ തലഭാഗവും ഉടൽ ഭാഗവും ആക്കി വെട്ടി കൊടുക്കട്ടോ. ചെമ്പരത്തിൻ്റെ ഇല ഇതേ ഷേപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ ആയിട്ട് അതിൻ്റെ തലഭാഗം വെച്ച് കൊടുക്കട്ടോ. ഇത് രണ്ടും ചെമ്പരത്തിൻ്റെ ഇലയാണ്. അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ചുണ്ട് റെഡ് കളറാണല്ലോ ചുണ്ടുണ്ടാവുക. അപ്പോൾ അതിന് ചുവന്ന ചെടീൻ്റെ ഇലയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്.
അതും ഗമ്മ് തേച്ചിട്ട് ഇതേപോലെ. അപ്പോൾ തത്തൻ്റെ ചുണ്ടായി. പിന്നുള്ളത് വാലാണ്. വാല് നമ്മൾ ഈ ലീഫിൻ്റെ ഉള്ളിലേക്ക് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അപ്പോഴേ തത്തമ്മക്ക് ആ ഭംഗി കിട്ടുള്ളൂ. ഇതേപോലെ ആ ചെടീൻ്റെ ഇല ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി വേണ്ടത് നമുക്കിതിന് കണ്ണ് വേണം. പിന്നെ ഒരു മരം വരച്ച് കൊടുക്കുക. പിന്നെ അതിന്മേൽ ആ മരത്തുമ്മേൽ നമ്മൾ ചെറിയ ചെറിയ ലീഫാണ് ഈ ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിന് ചെടീൻ്റെ ഇല കൊടുക്കുക. ഇത് നമ്മൾ കണ്ണ് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ണ് ഞാൻ പേപ്പറിൽ വെട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആ ചെടീൻ്റെ ഇല ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടെ ഈ മരങ്ങൾ വരച്ച് കൊടുക്കുക. അതിന്മേൽ ഈ ഒരു ചെറിയ ചെടീൻ്റെ ലീഫാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ ഭംഗിയായില്ലേ? നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടേച്ചാന്ന് കമൻറ്റ് ചെയ്യണേ.